സന്ദീപിന്റെ അമ്മയെ അനിയത്തിയൊക്കെ തിരിച്ചു പോയെന്ന് കേട്ടല്ലോ. പോയി. എന്നിട്ട് സന്ദീപ് എന്താ അവരുടെ കൂടെ പോവാത്തത്? പോയില്ല, പോകാൻ തോന്നിയില്ല. ദേവൂട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ പോകാൻ മനസ്സ് വരുന്നില്ല വിദ്യാമ്മേ. അവസാന നിമിഷം വരെ അവളെ സ്വന്തമാക്കാൻ ഞാൻ ശ്രമിക്കും. എന്നിട്ടും അവളെ എനിക്ക് വിട്ടു തരില്ല എന്നാണ് മൂകാംബി അമ്മയുടെ തീരുമാനമെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല, മടങ്ങിപ്പോയേക്കാം. പിന്നെ ഇവിടേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ഒരിക്കലും. ഇങ്ങനെ നിരാശപ്പെടാതിരിക്കൂ സന്ദീപ്. മൂകാംബികാ ദേവിയിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുക. സാക്ഷാൽ അമ്മയുടെ തീരുമാനം എന്തായാലും അത് ശിരസാ വഹിക്കുക. അത് മാത്രമാണ് ഉത്തമനായ ഒരു ഭക്തന് ചെയ്യാനുള്ളത്. ദേവീ തീരുമാനം എന്തായാലും അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് കരുതുക. അല്ല, അമ്മയോട് എന്തു പറഞ്ഞ യാത്രയാക്കിയത്? ഞാൻ എൻ്റെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി അവസാനം വരെ പരിശ്രമിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് അതൊന്നും ഇപ്പോഴും ഉൾക്കൊള്ളാനാവുന്നില്ല. പെറ്റമ്മയെ സങ്കടപ്പെടുത്തുന്നത് അത്ര നല്ല കാര്യമല്ല, അതും സന്ദീപിനെ പോലൊരാൾ. അതറിയാഞ്ഞിട്ടല്ല വിദ്യാമ്മേ. പക്ഷേ ദൈവൂട്ടിയുടെ കാര്യത്തിൽ എനിക്കിതല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ല. അമ്മയെ വിഷമിപ്പിച്ചതിൻ്റെ ശിക്ഷയായിരിക്കും കമ്പനിയിലിപ്പോൾ ഈ റെയ്ഡും പരിശോധനയൊക്കെ. ചിലപ്പോൾ ഞാനും പ്രതിയായേക്കും. തെറ്റ് ചെയ്തില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഭയക്കുന്നത് എന്തിനാ? തെറ്റ് ചെയ്തവർ മാത്രമാകും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. ശ്രീകുമാറാണല്ലോ. ഹലോ സർ, ഞാനാണ്. പറയൂ ശ്രീകുമാറെ, എന്തായി ഇൻകം ടാക്സുകാരുടെ പരിശോധന? സർ, കുറേയധികം ഫയൽസ് അവർ കൊണ്ടുപോയി. ശ്രീകലാ മാഡത്തിനോട് നേരിട്ട് ഓഫീസിൽ ഹാജരാവാൻ അവർ പറഞ്ഞിരിക്കുന്നത്. ഇൻകം ടാക്സ് കമ്മീഷണറുടെ ഓഫീസിൽ ഇന്ന് 3 മണിക്ക് എത്തണമെന്ന്. എന്തൊക്കെയാ ശ്രീകുമാർ ഇത്? പ്രതികളോട് എന്ന പോലെ ഹാജരാകാൻ പറയാൻ ഞങ്ങൾ കമ്പനിയുടെ നടത്തിപ്പില് കൃത്രിമൊന്നും കാണിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഹാജരാകുന്നേ? മാഡം, അത് തമ്പി സാർ അതിന്റെ ഡീറ്റെയിൽസ് പറയും. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ശരി മാഡം. തമ്പിയേട്ട, എന്തൊക്കെയാ ഇത്? നമ്മൾ ബിസിനസ്സിൽ കൃത്രിമൊന്നും കാണിച്ചിട്ടില്ലല്ലോ, പിന്നെന്തിനാ അവര് രേഖകളൊക്കെ പിടിച്ചെടുത്തേക്കുന്നേ? ശ്രീകലെ, താൻ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഒരു ബിസിനസ് ലാഭത്തിൽ റൺ ചെയ്യണമെങ്കിൽ ഒരിക്കലും അത് നേരായ വഴിയിൽ പറ്റില്ല. ചില തന്ത്രങ്ങളും കുറുക്കുവഴികളൊക്കെ നടത്തേണ്ടി വരും. പിന്നെ സർക്കാർ പറയുന്ന നികുതി അതേപോലെ പലപ്പോഴും ആർക്കും അടയ്ക്കാനൊന്നും കഴിയില്ല. അതിന്റെ പേരിൽ ചിലപ്പോൾ ചില വഴിവിട്ട രേഖകളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അതിന്റെ ആവശ്യം എന്താ തമ്പിയേട്ടാ? നേരായ വഴിയിൽ ബിസിനസ് നടത്തി കിട്ടുന്ന ലാഭം മതിയെന്ന് വെച്ചാ പോരെ? അത് ശ്രീകലാമ്മയ്ക്ക് ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയാഞ്ഞിട്ട്. നേരായ വഴിയും കൊണ്ടിരുന്നാലേ കമ്പനി എന്നേ തകർന്നടിഞ്ഞ് നഷ്ടത്തിൽ കൂപ്പുകുത്തിയാനെ. ഡാഡിയുടെ ഒറ്റ മിടുക്കുകൊണ്ട് കമ്പനി ഇപ്പോഴും പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നത്. അങ്ങനെ കള്ളത്തരം കാണിച്ചുള്ള ലാഭം നമുക്ക് വേണ്ടാന്ന് വെച്ചാ പോരെ? വിഡിതം പറയാതെ ശ്രീകലെ, അങ്ങനെ ഹരിചന്ദ്രൻ കളിച്ച് ബിസിനസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിലേ ഈ കമ്പനി കോടികളുടെ നഷ്ടത്തിലായനെ. എന്താ നിങ്ങൾ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രീകലാമ്മ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ ഡാഡി ബിസിനസ്സിൽ കുറുക്ക് വഴി തേടിയിട്ടുണ്ടെങ്കിലേ അതെല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ. അതുകൊണ്ട് ഈ കമ്പനി ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്ന. ഡാഡിയെ വെറുതെ ബ്ലെയിം ചെയ്യാൻ നിൽക്കണ്ട.